അപ്പോൾ നമ്മൾ ഹാർഡ് മോഡിൽ തന്നെ നമ്മൾ പുതിയൊരു വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ വിതർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സീരീസ് എങ്കിലും കൂടുതൽ എപ്പിസോഡുകൾ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ആക്ച്വലി. യെസ് ഗൈസ്, നമ്മളെ വേൾഡിൽ ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നില്ല. സോ ഈ ടെക്സ്ചർ പാക്ക് നമുക്കൊന്ന് റിമൂവ് ആക്കാം. ആദ്യം നമ്മൾ വേൾഡ് ഒന്ന് സേവ് ആൻഡ് ക്വിറ്റ് അടിച്ചിട്ട് നമ്മളെ വേൾഡിൻ്റെ റീസോഴ്സ് പാക്സിൽ ഇവിടെ നമ്മളെ ആക്ഷൻസ് സ്റ്റഫ് അടിയിൽ കാണാൻ പറ്റും. ഇതുമ്പോൾ പിടിച്ചിട്ട് നേരെ ഈ സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഓഫ് ആവും. അപ്പോൾ നമുക്ക് ഇനി കളിക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ വുഡും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം. അപ്പോൾ നമ്മളെ വുഡും അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോറേഷൻ തുടങ്ങാം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ അതങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ നമ്മളെ മെയിൻ സാധനം വില്ലേജ് ആൻഡ് പ്ലെയിൻസ് ബയോ നമ്മളെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. നമുക്ക് ഈ ഷുഗർക്കേനും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ വില്ലേജിൽ കാണുകയാണെങ്കിൽ അവിടെയൊക്കെ ലൂട്ടി അങ്ങനെ പോകുന്നുള്ളൂ. ബട്ട് നമ്മളെ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, വില്ലേജ് ആൻഡ് പ്ലെയിൻസ് ആൻഡ് എടുക്കലാണ്. ഇവിടെ കുറച്ച് ചെറീസ്, സോ ഹാർഡ് ബോർഡാണ്. സോ നമുക്ക് ഫുഡ് അത്യാവശ്യം എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആവശ്യം വരും. അപ്പോൾ നമുക്കിതെല്ലാം കളക്ട് ചെയ്യണം. അവിടെ ഒരു ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തേക്കാം. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഇങ്ങോട്ട് ഡാർക്ക് ഓക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വരാം. ആൻഡ് ഷീപ്പിനെ കൊല്ലണം, കാരണം ബെഡില്ല. ആൻഡ് ഇതാ ഇവിടെ ഫുള്ള് കാടും പുഴയും മാത്രമേ ഉള്ളൂ. അത് സ്പ്രൂസ് മാത്രമേ ഉള്ളൂ. ആൻഡ് വേറെ ഒന്നുമില്ലേ. ഡാർക്ക് ഓക്ക് കണ്ടു, ഇപ്പം സ്പ്രൂസ്. ഇനി നമുക്ക് വേണ്ടത് ഒക്കമാണ്. അടുത്തൊന്നും കിട്ടും തോന്നുന്നില്ല, കാരണം നമ്മൾ ഒരു സ്പ്രൂസ് ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം പോകേണ്ടി വരും. 500 ബ്ലോക്ക് എന്തായാലും പോകേണ്ടി വരും. പോവാം. നമുക്ക് വില്ലേജ് കിട്ടുകയാണെങ്കിൽ അത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളോട് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ബെഡ് അങ്ങ് ഉണ്ടാക്കാം. ആദ്യം പ്ലാങ്ക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് നമ്മൾ ബെഡ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നമുക്കിങ്ങനെ പൊട്ടിച്ച് നമ്മൾ എക്സ്പ്ലോറേഷൻ തുടരാം. അപ്പോൾ നമുക്ക് ഈ ബെഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നൈറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ അപ്പോൾ പിന്നെ എക്സ്പ്ലോറേഷൻ. അപ്പോൾ മിക്കവാറും വെച്ചാൽ ഇത് ടൈപ്പ് ലാപ്സ് ആക്കിയോ അല്ലെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്തായിരിക്കും നല്ലത്. കേസ് അവിടെ ഒരു 10 ബ്ലോക്ക് കാണുന്നു. വില്ലേജ് ആവണേ. യെസ് വില്ലേജാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവില്ലേ. യെസ് മുകളിലുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ലൂട്ടാം. ലൂട്ടെല്ലാം നമുക്ക് കംപ്ലീറ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ പൊട്ടാറ്റോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബണ്ടിലാണ് മെയിൻ. ഓക്കെ, നമുക്ക് കിടക്കാം. ഹലോ ബ്രോ, ഞാനൊന്ന് കിടന്നോട്ടെ. ഓക്കെ, നമ്മളും രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ലൂട്ടാം. ഓക്കെ, കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളിവിടെ ഏകദേശമൊക്കെ ഈ വില്ലേജ് കംപ്ലീറ്റ് ലൂട്ടിയിട്ടുണ്ട്. നമുക്കിനി പോവാം. അടുത്ത വില്ലേജ് ആണ്. നമ്മൾ എന്തായാലും പ്ലെയിൻസിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണമെങ്കിൽ പോവാം. അങ്ങനെ അടുത്ത വില്ലേജ് കിട്ടിയിരിക്കുകയാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഈ വില്ലേജ് കൂടി ലൂട്ടാം. പോണ വഴിക്ക് കിട്ടുന്ന വില്ലേജ് എല്ലാം നമ്മൾ ലൂട്ടും ഗൈസ്. ഓക്കെ, ഗൈസ് 2 അയൺ സോഡ് ആൻഡ് ഒരു പാൻറ്റ്. ഓക്കെ, അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ലൂട്ടണം. അടുത്ത ചെസ്റ്റ് നോക്കാം. ഇതിൽ കുറച്ച് ഫുഡാണ് ഗൈസ്. ഇതിൻ്റെ മുകളിൽ കയറി പോവാം ഗൈസ്. ഓക്കെ മുകളിൽ നമ്മൾ പൊട്ടി ഏകദേശം പെട്ടെന്ന് കണ്ടില്ല. ഷിറ്റ്, കുഴപ്പമില്ല. നമുക്കിനി ബാക്കി ലൂട്ടാം. ഇവിടെ ഫുള്ള് സോംബീസാണല്ലോ ഗൈസ്. സീന് അടിക്കല്ല. ഷിറ്റ് ഗൈസ്, നമുക്ക് ഇനി തിരിച്ച് പോയിട്ട് സാധനം എടുക്കണം. കാരണം ഇവിടെയാണ് ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എവിടെയാണ് കോർഡിനേറ്റ്സ് അപ്പി പിടിച്ച് പോകണം. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോന്ന് ഞാൻ നോക്കിയിട്ട് കോർഡിനേറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് പോവാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കാം. ഇവരൊക്കെ സോംബി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവരെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ നല്ല അടി കിട്ടും. സോ നമുക്ക് പതിയെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് കരിച്ച് കൊല്ലാം. ഓക്കെ, ഒരാൾ തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും സോംബി ആവാതെ നോക്കണം. ഓക്കെ, നമ്മൾ സാധനങ്ങളിവിടെ കുറച്ചൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ആയിട്ട് ചെതറി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ മൈക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഇടയിലൊന്ന് ഓഫായിരുന്നു. പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഈ വില്ലേജിലെ അത്യാവശ്യം എല്ലാ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ലൂട്ട് ചെയ്യാൻ അയൺ കോളത്തിനൊക്കെ വന്നിട്ടുള്ള അയണും പ്ലസ് ഇവിടെ ഈ വില്ലേജത്തെ ടൂൾ സ്മിത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അയൺ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ അയണും 1-2 ഡയമണ്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയൺ ആർമറൊക്കെ ആയിട്ട് നേരെ ഞാൻ നമ്മുടെ ബേസ് കണ്ടുപിടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഓക്ക് ഫോറസ്റ്റെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ നമുക്ക് ആ ഒരു പ്ലെയിൻസ് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തിന് നമുക്ക് എന്താ പറയുക, ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. കാരണം ഫുഡൊന്ന് കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞു. നമുക്കിനി മീറ്റെല്ലാം ഓരോ എലിമെൻറ്റ്സ് നിന്ന് ഒന്നൊക്കെ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, ഫർണസൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ പോകാം. നേരെ അങ്ങ് പോവാം, ഇത്രേ പറയാനുള്ളൂ. നമ്മൾ പുതിയ പെയിൽ ഗാർഡൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കാം. നമ്മൾ ക്രീക്കിംഗ് അങ്ങനത്തെ ആ മൊബൈലെല്ലാം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. സോ നമുക്കതിനെ അവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഓക്കെ, എവിടെ നിന്നേ അവനെ ഞാൻ കൊന്നിട്ടേ പോകുന്നുള്ളൂ. ചേത്താ, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മളെ മറ്റേ ആർമഡിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ യൂസ് എന്തായിരുന്നു, വൂൾ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. ഇത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഫൈനലി ഒരു 1000 ബ്ലോക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലെയിൻസ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫൈനലി നമുക്ക് ഇവിടെ ഇടയിലൊക്കെ ഒരു ബേസ് സെറ്റ് ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക്. എന്നിട്ട് എവിടെയാണ് നമ്മളെ മെയിൻ ബേസ് എല്ലാം ബിൽഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ മൈൻക്രാഫ്റ്റ് മ്യൂസിക് എനിക്ക് കോപ്പറേറ്റ് തരുമോ? ഞാൻ മ്യൂസിക് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഞാനും കോപ്പറേറ്റ് അടിച്ചാൽ ഭാവിയിൽ കുറച്ച് പ്രശ്നമാണത്. നമുക്ക് ഇവിടെ ഇടയിലൊക്കെ നമ്മളെ ബേസ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ ഇവിടെ അങ്ങ് സെറ്റാക്കാം നമ്മളെ പരിപാടി. അതായത് നമുക്കിവിടെ ഇങ്ങനെ മൈൻ ചെയ്ത് ഉള്ളിലോട്ട് പോവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വയ്ക്കാം. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സാധനങ്ങളെല്ലാം ഇതിൽ ചെസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ വാല്യബിൾസ് കാര്യങ്ങളൊക്കെ അടിയിലും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മളെ ഫേർണസും കാര്യങ്ങളൊക്കെ വെക്കണം. നമുക്കിതിങ്ങനെ വെക്കാം. നമുക്ക് ഇവിടെ ഒരു ടോർച്ച് അടിയിലായിട്ട് വെച്ചേക്കാം. ഇവിടെ ഒന്നും ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികമൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സോ സ്റ്റിൽ നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടലൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറ്റാതിരിക്കുക കാരണം നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്ഥലമൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് ബേസ് എല്ലാം സെറ്റ് ചെയ്യാമായിരുന്നു. നാളെ മുതൽ നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അവിടെ എന്തോ കേവൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നല്ലൊരു സ്ഥലം തന്നെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബേസും ഫാമെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. ബൈ ബൈ. ഗൈസ്, ഇവിടെയാണ് ഡോറ് വെച്ചില്ല. ഡോറ് വെക്കാം. അപ്പം ഇനി ബൈ ബൈ.